മുന്നോട്ട് വരില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SAT നമുക്ക് പീഡിയാട്രിക് ലെവലില് ഇത് കുറവാണ്. 12 വയസ്സുള്ള ഞാൻ പീഡിയാട്രീഷ്യനാണ്. പക്ഷെ നമ്മുടെ ഗൈനക് സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 18 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ, അത് കൂടുതലും നമുക്ക് അവിടെ വരുന്നത് പോക്സോ കേസ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് കൂടുതലും കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജെനിറ്റൽ അൾസേഴ്സ്, അതായത് ഹെർപ്പീസ് സിംപ്ലക്സ് അല്ലെങ്കിൽ ജെനിറ്റൽ വാട്ട്, അങ്ങനെയുള്ളതാണ് കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ സിഫിലിസ് ഇപ്പോ കൗമാരപ്രായക്കാരുടെ ഇടയിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെ ഡേറ്റ നോക്കിയാലും നമ്മുടെ SAT ആയാലും അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് HIV ആണ്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഞാൻ ഹെൽത്ത് സമ്മിറ്റിൽ പോയിരുന്നു. അവിടെയും ചില ജില്ലകളിൽ നമുക്ക് പുതിയ ന്യൂ HIV കേസസ് നമുക്ക് ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലും ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുന്നു എന്നുള്ളത് വളരെ ഒരു ഭയാനകമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സിന്റെ ഇടയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാല് ഈ എല്ലാ കുട്ടികൾക്കും അവർക്ക് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്നത് അവരെടുക്കുന്നത് HIV മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B പകരാം, ഹെപ്പറ്റൈറ്റിസ് C വരാം, പിന്നെ ഹെർപ്പിസ് സിഫിലിസ്. അപ്പൊ അതൊക്കെ നമ്മള് അമ്മമാരോട് ഇതിപ്പം നമ്മുടെ ഈ കുടുംബശ്രീ സംഗമങ്ങളിൽ ഇത് എത്രത്തോളം അമ്മമാരോട് പറഞ്ഞിട്ട് അമ്മമാർ ഇതെങ്ങനെ മുമ്പോട്ട് കുട്ടികളോട് എത്തിക്കും എന്നുള്ളത് പ്രായോഗികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിക്കുലത്തിനകത്ത് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകര് രണ്ടു കൂട്ടരെയും പഠിപ്പിക്കണം. നമ്മുടെ പെൺമക്കളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, നമുക്ക് നമ്മുടെ ആൺമക്കളെയും ഇത് ബോധവൽക്കരിച്ച് മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസില് പ്രത്യേകിച്ചും സിഫിലിസ് പോലെയുള്ളത് നമുക്ക് ഉടനെ ലക്ഷണങ്ങളൊന്നും കാണില്ല. കാലക്രമേണ അവരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള യങ് ലൈഫിലോട്ട് പോകുമ്പോൾ അവർക്കത് വളരെയധികം, കാരണം നിങ്ങൾക്ക് അത്ര വിശദമായിട്ട് അറിയില്ലായിരിക്കും, പക്ഷെ അതിനെ നമ്മുടെ ന്യൂറോളജി, അതായത് നെർവസ് സിസ്റ്റത്തിനെയും എല്ലാം ബാധിക്കുന്ന രീതിയിൽ അതിഗുരുതരമായ രീതിയിൽ നമുക്ക് ഈ സിഫിലിസ് പോകും. ഇത് മിക്കവാറും കണ്ടുപിടിക്കുന്നത് അവർ ആഫ്റ്റർ മാരേജോ അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രഗ്നൻസി ആവുമ്പോഴോ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് പോസിറ്റീവായിട്ടൊന്ന് കണ്ടെത്തുന്നത്. പിന്നെ ഇതിനെല്ലാം നമുക്ക് സിഫിലിസ് ആയാലും HIV ആയ സിഫിലിസ് നമുക്ക് ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഏർലി കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. HIV ആണെങ്കിലും നമുക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കണ്ടെത്തി ഏർലി ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം അവരുടെ പ്രതിരോധ ശക്തിയെ അത് ബാധിക്കുകയും പല പല അസുഖങ്ങൾ, പ്രത്യേകിച്ചും ട്യൂബർക്ലോസിസ്, അത് വന്ന് വളരെ മോശം അവസ്ഥയിലായിരിക്കും നമ്മുടെ ആരോഗ്യ ഡോക്ടർമാരുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഈ ലൈംഗിക ബന്ധം വഴി നമുക്ക് ഇങ്ങനെ ഒരു അപകടം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ ആര് പഠിപ്പിക്കും? വീട്ടിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കും? ഇനി കുടുംബശ്രീ മീറ്റിങ്ങുകളിൽ ആരും നമ്മുടെ കുട്ടികളും യങ് ജനറേഷനും ഇരുന്നില്ല. ഇതിന്റെ അവബോധം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് സ്കൂളിൽ നിന്ന് മാത്രമായിരുന്നു. അപ്പൊ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർക്ക് താല്പര്യം ജനിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ പറ്റൂ. അപ്പൊ ഇതിനൊന്ന് പറഞ്ഞു വിളിക്കാൻ പറ്റില്ല. നമ്മൾക്കൊരു ബോധവൽക്കരണ ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഒരു റിക്രിയേഷൻ പീരീഡ് പോലെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മാനസിക വ്യാപാരങ്ങൾ എങ്ങനെയാണെന്നും, അഡോളസൻസിൽ എപ്പോഴും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരുന്ന വിഭാഗവും കൂടെയുണ്ട്. നമുക്കറിയാം ഒരു ജെൻഡർ ഐഡന്റിറ്റി വരുന്ന പ്രശ്നങ്ങളും ചുരുങ്ങിയ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അവരാരോടും പ്രകടിപ്പിക്കാതിരിക്കുകയും ഈ പറയുന്ന റിലേഷൻഷിപ്പുകളിൽ പോകുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് പാശ്ചാത്യ കാര്യങ്ങളിൽ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അതുപോലെ ഒരു ഫ്രീ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ അതിന്റെ അപകടാവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ടതും അവർക്ക് ബോധ്യം വരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. കാരണം ഇത് ഏതെങ്കിലും ഡിസീസ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് അറിയാതെ പോയിട്ട് അവരൊരു 25-30 വയസ്സായി ജോലിയിലോ ഫാമിലിയിലോ ആയി എത്തിപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുന്നതും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിനെ ചികിത്സിച്ച് ഭേദമാകാത്ത രീതിയിലോട്ടുള്ള കാര്യങ്ങളിൽ പോവുകയും ചെയ്യും. പിന്നെ എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരാരും ഉപദേശം ഇഷ്ടപ്പെടുന്ന കൂട്ടരല്ല. അത് ഞാനെപ്പോഴും പറയുന്നത്, അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയാതെ നമ്മുടെ ആ പ്രായം നമ്മൾ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്.
നമുക്കും അത്ര ഒരു കുറ്റപ്പെടുത്തുന്നതും എല്ലാത്തിനും അങ്ങനെ ഇങ്ങനെ